ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണ് അമ്മ മലക്ക് പോണത്. ഇപ്പോൾ ടൈം ഏകദേശം 5 മണിയായി ആയിട്ടുണ്ട്. എന്താണ് കെട്ടർ 5 മണിക്കെന്ന് പറഞ്ഞ് അവിടെ പിന്നെ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വീട്ടിൽ നിന്ന് കക്കോവിലേക്ക് പോവാണ്. അപ്പോൾ പുലർച്ചയ്ക്ക് പോണത് എന്താ അറിയില്ല. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ, കാരണം ശ്വാസം മുട്ടലാണ്. പുലർച്ചയ്ക്ക് കുളിച്ചത് പിന്നെ സീനാവും. വണ്ടിയിലാണ് പോണത്. ജാക്കറ്റൊക്കെ എടുക്കണം. അപ്പം അമ്മൻ്റെ കെട്ടറയ്ക്ക് പോയിട്ട് അവിടുന്ന് വീഡിയോ ഒക്കെ ഇടാം. അപ്പം ഇതാണ് എൻ്റെ അവസ്ഥ, കണ്ടില്ലേ? ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത്. മാസ്ക് ഉണ്ട്, മാസ്ക് ഇങ്ങനെ വെക്കും. അപ്പോൾ പോട്ടെ, ടാറ്റാ. അങ്ങനെ കൃത്യം 5 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ചുങ്കത്തൊരു ചായക്കടയിൽ കയറി ഒരു ചായയും പത്തിരിയും വാങ്ങി കഴിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കാറ്റത്താണ് പോണേ, ജലദോഷം ഉണ്ടാവും. പക്ഷെ അപ്പോൾ കൂടാതെ ജലദോഷം കൂടുതലാവാതൊക്കെ വേണ്ടി ഒരു ചൂട് ചായ വേഗം കുടിച്ച്. ചൂട് ചായ കുടിച്ചാൽ എനിക്ക് എന്താ അറിയില്ല, വല്ലാണ്ടൊന്നും ജലദോഷം ഉണ്ടാവില്ല. ഇതാട്ടോ ഞങ്ങളുടെ അങ്ങാടി പുലച്ചക്കത്തതാണ്. അധികം വണ്ടികളൊന്നും ഇല്ല, എന്നാലും കുറച്ച് വണ്ടികളുള്ളൂ. പിന്നെ ഞങ്ങൾ കക്കൂവിലേക്ക് പോകുമ്പോൾ പിന്നെ തീരെ വണ്ടികളില്ല. നല്ല രസമുണ്ടായിന് പോകുമ്പോൾ. ടൈം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ പെട്ടെന്ന് സ്പീഡിലായിരുന്നു പോയത്. അങ്ങനെ ചേച്ചീൻ്റെ വീടെത്താനായി. ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. കാവിലേക്കല്ലായിരുന്നു പോയത്. അപ്പോൾ ചേച്ചിയും ചേച്ചീൻ്റെ അമ്മയും കൂടി കാവിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ കാവിലേക്ക് വിട്ട്. ഈ കാണുന്നതാട്ടോ കാവ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കെട്ടുനിറേൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ നേരെ ചെന്ന് കാവിൽ തൊഴുതൊക്കെ ചെയ്ത് പിന്നെ എന്നിട്ട് തൊഴുതിറങ്ങിയപ്പോൾ തന്നെ അമ്മൻ്റെ കെട്ടേറ് കഴിഞ്ഞിട്ടോ. രണ്ടാമത് തന്നെ അമ്മൻ്റെ ആയിരുന്നു. 2 കന്നിസ്വാമികളാണ് ഓരോ കൂടെ ഉള്ളത്. അമ്മൻ്റെ കെട്ടുനിറ 5 മണിയല്ല 5:45 നേരത്തേന് അമ്മൻ്റെ കെട്ടുനിറ കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊക്കെ ഇനി അമ്മ ആദ്യമായിട്ടാണ് പോണത്. കന്നിസ്വാമിയാണ്. അമ്മക്ക് ഭയങ്കര ആഗ്രഹം ഇനി മലക്ക് പോകാനുള്ളത്. അങ്ങനെ ഈ കൊല്ലാണ് അമ്മ പോയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ കെട്ടിൽ അരിയൊക്കെ ഇട്ട് നന്ദുവിൻ്റെയും മൂട്ടിൻ്റെയും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവരിന്ന് പോയിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പക്ഷെ ചിലപ്പോൾ ഒരു വീട്ടിലെത്തിയിട്ടാവും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. എനിക്കിപ്പോൾ എന്താ അറിയില്ല, പഴയ പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഇവിടെ ഗുരുസ്വാമി തന്നെയാണ് ഇവരെ നെയ്യ് ഒഴിക്കുന്നത് തേങ്ങയിൽ. കാരണം നെയ്യ് ചിന്തി പോകുന്നുള്ള പേടിയുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ അവിടെ നമ്മൾ സ്വയമാണ് ഒഴിക്കൽ. ഞാനൊരു കൊല്ലം മലക്ക് ഇനി 1-ലോ 2-ലോ പഠിക്കുമ്പോൾ പോയത് തന്നെ. ഇനി വിധി ഉണ്ടെങ്കിൽ പോവും. ഭാഗ്യം വിധിയൊക്കെ ഉണ്ടെങ്കിൽ 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പോകണം. അയ്യപ്പനെ കാണാൻ നല്ല പൂതിയുണ്ട്. ഒക്കെ നമ്മളെ ടൈമിനനുസരിച്ച് നമ്മളപ്പം വിധി ഉണ്ടെങ്കിൽ പോവും. നല്ല മഞ്ഞുണ്ടേനി കേട്ടോ. ആ നേരത്താണെങ്കിലും നേരം ഇങ്ങോട്ട് വെളുക്കുന്നില്ല. പിന്നെ ചെറിയ തോതിൽ മഴ ചാറിയിട്ടുണ്ടേനി. അപ്പോൾ ചേച്ചി പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴയേനി മക്കളൊക്കെ പോകുമ്പോൾ നിറഞ്ഞു. പക്ഷേ ഈ പ്രാവശ്യം അത്ര മഴ ഇല്ലെങ്കിലും ചെറിയ തോതിൽ മഴയൊക്കെ ചാറിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള രാവിലെ ഇവിടുന്ന് കെട്ടുനിറൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ആയിരുന്നു. ഉപ്പുമാവും പഴവും ചായയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മൻ്റെ കെട്ടിപ്പം മുറുക്കുന്നുണ്ട്. ഏകദേശം കെട്ടുനിറ കഴിയാനായിട്ടുണ്ട്. നല്ല രസമുണ്ടായിന് കേട്ടോ ഈ ശരണവിളിയും പിന്നെ അവിടുത്തെ ആൾക്കാരും. ഭയങ്കര തണുപ്പ് പറയാൻ വയ്യ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അച്ഛനൊറ്റാണ് ഇരുന്നത്. അച്ഛനാണെങ്കിൽ തണുത്തിട്ട് വിറയ്ക്കുന്നുമുണ്ട്. നല്ല തണുപ്പാണ്. പിന്നെ ഇവരെ ഈ കാവിനോട് അടുപ്പിച്ചിട്ട് തന്നെ ഒരു പുഴയൊക്കെ പോകുന്നുമുണ്ട്. ഞാൻ കാണിച്ച വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ അച്ഛനും കുറേ കാലങ്ങൾക്ക് ശേഷമായിട്ടാണ് അച്ഛനും മലയ്ക്ക് പോണത്. അച്ഛനും ഇവിടെ ഏട്ടനും ചേച്ചിമാരൊക്കെ ഉള്ളപ്പോൾ പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ അറിയില്ല, അപ്പോൾ പോയതാണ് ഞാൻ പറഞ്ഞു കേട്ടത്. പിന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ അച്ഛൻ്റെ കെട്ടുനിറ കഴിയാൻ നേരമായപ്പോൾ ഏകദേശം കുറച്ച് വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മോൾട്ടീൻ്റെ കിട്ടുനിറ ആയപ്പോൾ നല്ല തോതിൽ വെളിച്ചം വന്നിട്ടുണ്ട്. നേരെ പുലർന്നിട്ടുണ്ട്. മോൾട്ടി ഇത് അവസാനത്തെ കൊല്ലാട്ടോ. മോൾട്ടിക്ക്
ഇനി മുകളിൽ എന്താ പറയുക കുറേ കഴിഞ്ഞിട്ടേ പോകാൻ കഴിയുള്ളൂ. ഞാൻ നന്ദുവിനെ കൊണ്ടുപോകണ്ടെന്ന് ഇനി ആദ്യം വിചാരിച്ചിന്. അപ്പോൾ നന്ദു വാശി പിടിക്കുക. അല്ലെങ്കിൽ ഈ ഇരട്ട കുട്ടികൾ അങ്ങനെയല്ലേ, രണ്ടാൾക്കും എല്ലാം ഒപ്പരം എന്നുള്ളൊരു ഇതിലല്ലേ. മോള് പോവുകയാണെങ്കിൽ ഇക്കും പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നന്ദു പോയതാണ്. നന്ദു ആൺകുട്ടിയായതുകൊണ്ട് പിന്നെയും പോകാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ സമ്മതിച്ചില്ല, എനിക്കും വരണം എന്ന് പറഞ്ഞു. ഭയങ്കര വാശിയായി. അങ്ങനെ ഓളെ കെട്ടുന്നേരം ഏകദേശം കഴിയാൻ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരൊക്കെ മലക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴത്ത് കമൻ്റ് അടിക്കണം കേട്ടോ. ഇവർ 19 ആൾക്കാരാണ് പോകുന്നത്. ട്രാവലറിലാണ് പോകുന്നത്. നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നന്നൂല് കെട്ടാറ് തുടങ്ങി. അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശബരിമലയ്ക്ക് നമ്മുടെ യാത്ര. അങ്ങനെ നന്ദുവിൻ്റെ കെട്ടേറിയും കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴാണ് ചേച്ചി പറയുന്നത് ഇവിടെ നാഗത്തിൻ്റെ കാവുണ്ട്, നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ആ നേരത്തെ ഒന്നും അങ്ങോട്ട് പോകാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഞാനും ചേച്ചിയും ഏട്ടനും പിന്നെ അവിടുത്തെ ഒരു മോളും കൂടി ഇനി പോയി തൊഴുതിട്ടോ. അടിപൊളി സ്ഥലമാണ്. എന്താ പറയുക, ഇവിടുത്തെ കാവ് നേരം വെളുത്തതിൻ്റെ ശേഷം കാവ് നല്ലപോലെ കണ്ടത്. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുത്ത് വലം വെച്ച് നടക്കണം. അപ്പം നടക്കുമ്പോഴാണ് അവിടെ ഒരുപാട് ഔഷധ മരങ്ങൾ വള്ളികളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ചേച്ചി ഓരോന്നായിക്ക് കാണിച്ചത് ഞാൻ കാണാത്തതും കേൾക്കാത്തതും ഒരുപാട് മരങ്ങൾ ഉണ്ടാക്കുക പറഞ്ഞു. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചൂരലിൻ്റെ വള്ളി കാണുന്നത്. അപ്പോൾ ചേച്ചി കാണിച്ചു തന്നു. നല്ല വഴിയാട്ടോ ഇവിടേക്ക് പോകുന്നതൊക്കെ. ഇങ്ങനെ എന്തൊക്കെയോ ഐതിഹ്യങ്ങൾ ഉള്ള കാവൊക്കെയാണ് ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ആരൊക്കെ വന്ന് താമസിച്ചിരുന്നതും അങ്ങനെയൊക്കെ. പിന്നെ ഇത് എന്താണ്, വിഷ്ണു ക്ഷേത്രമാണ്. അവിടെ നാഗവും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഭഗവതിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് നേരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന്. അപ്പോൾ ആ കാണുന്നത് പുഴാട്ടോ. പുഴേൻ്റെ അപ്പുറത്തുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിച്ച് പിന്നെ ഇങ്ങനെ നടന്ന് കാവ് ചുറ്റി കാണുകയാണ്. അപ്പോഴും ഇവിടെ കെട്ടുന്നേരം കഴിഞ്ഞിട്ടില്ല. ഇതാണ് എന്താണ് മെയിനായിട്ട് കാവിലേക്ക് വരുന്ന വഴിയാണ്. സ്റ്റെപ്പായിട്ട് അവിടുന്ന് നേരെ നോക്കിയ പുഴ കാണും. ഇവിടുത്തെ പുഴ കാണാൻ അടിപൊളിയാട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഏട്ടനും ചേച്ചിക്ക് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ ഏട്ടൻ്റെ കെട്ടേറ് എത്തിയപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി. കൽക്കണ്ട മുന്തിരി കൽക്കണ്ട മുന്തിരി വെള്ളരി നേദ്യം വെള്ളരി നേദ്യം സത്യസ്വരൂപ അയ്യപ്പ സ്വാമി അയ്യപ്പോ 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 സ്വാമിയപ്പ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഈശ്വരനേ ഈശ്വരനേ ഗണപതിയേ ഗണപതിയേ സരസ്വതിയേ സരസ്വതിയേ ഗണപതിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ കാക്കണം ദേവ അയ്യപ്പ കാക്കണം ദേവ അയ്യപ്പ കാനന വസ അയ്യപ്പ കാനന വസ അയ്യപ്പ നമ്മുടെ യാത്ര ആരെ കാണാം സ്വാമിയെ കണ്ട സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ സ്വാമിയേ
അമ്മയും അച്ഛനും മക്കളും ഏട്ടനൊക്കെ അങ്ങനെ കെട്ടി നിറച്ച് മലക്ക് പോയിട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കെട്ടി നിറച്ചതല്ല, വണ്ടി പോണതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഓരോ തിരക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടന്ന്. ഇതൊക്കെ പിന്നെ പോകുമ്പോൾ എടുത്ത കുറേ പിക്കാണ്, ഞാൻ അടുത്ത പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ടാറ്റാ.